നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെറും 2500 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടെ ചെയ്തിട്ടുള്ള ഒരു കിടിലം വീടിൻ്റെ ഹോം ടൂർ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. വ്യത്യസ്തമായിട്ടുള്ള വീടുകൾ തേടി നമ്മൾ ഇന്ന് വന്ന് നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ പൂനൂര് എന്ന് പറയുന്ന സ്ഥലത്താണ്. അടിപൊളിയായിട്ടുള്ള ഒരു കണ്ടംപററി സ്റ്റൈൽ വീടിൻ്റെ വിശേഷങ്ങൾ കാണാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മൈ ബെറ്റർ ഹോമിൻ്റെ ഹോം ടൂർ വീഡിയോയിലേക്ക് സ്വാഗതം. ലാൻഡ്സ്കേപ്പ് എന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് 20 സെൻറ്റ് സ്ഥലത്താണ് വീട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു മുറ്റത്തേക്ക് വരാനുള്ള വലിയൊരു പാസേജ് വേ ഒക്കെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. രണ്ട് ഭാഗത്തും ഇതേപോലെ ഗ്രാസ് നൽകി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് കാർ പോർച്ച് സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കാർ പോർച്ചാണ്. ക്യാൻഡിലിവേർഡ് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടെ കാലുകളൊന്നുമില്ല, പുറകിൽ 2 കാലുകൾ വരുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ ക്യാൻഡിലിവേർഡ് ആയിട്ടാണ് ഈ കാർ പോർച്ച് ചെയ്തിരിക്കുന്നത്. മുകളിൽ വുഡൻ സീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ഇതേ വുഡൻ സീലിംഗ് നമുക്ക് വീടിൻ്റെ ബാൽക്കണിയിലും വുഡൻ സീലിംഗ് ആയിട്ട് വന്നത് കാണാൻ സാധിക്കും. നല്ല രസമുള്ളൊരു കളർ കോമ്പിനേഷനാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്ത് ടെക്സ്ചർ പെയിൻറ്റിങ് നൽകിയിരിക്കുന്നു. നമുക്കിപ്പോൾ കാലിക്കറ്റ് ഹൈലൈറ്റ് മാൾ നോക്കിയിട്ടുണ്ടെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഒരു ടെക്സ്ചർ പെയിൻറ്റിങ് നമുക്ക് കാണാൻ സാധിക്കും. പെട്ടെന്ന് ഡള്ളായി പോവാത്ത കളർ ആയതുകൊണ്ടാണ് ഈ ഒരു കളർ ആർക്കിടെക്ട്സുകൾ ചൂസ് ചെയ്യുന്നത്. ഈ വീടിൻ്റെ ആർക്കിടെക്റ്റിനെ നമുക്ക് പരിചയപ്പെടുത്താം. ENS ആർക്കിടെക്ട്സ് ആണ് ഈ വീടിൻ്റെ ആർക്കിടെക്ചറൽ കൺസൾട്ടൻസി ചെയ്തിരിക്കുന്നത്. പ്ലാനിങ് മുതൽ ഇൻറ്റീരിയർ വർക്കുകൾ, ഇൻറ്റീരിയർ ഫർണിഷിങ്സ്, ഓരോ മെറ്റീരിയൽ സെലക്ഷൻ, ഇൻറ്റീരിയർ ഡെക്കോർ സെലക്ഷൻ, അങ്ങനെ കംപ്ലീറ്റ് വർക്കുകളും ചെയ്തിരിക്കുന്നത് ആർക്കിടെക്റ്റ് നിഷാനയാണ്. ENS ആർക്കിടെക്ട്സിൻ്റെ പ്രിൻസിപ്പൽ ആർക്കിടെക്റ്റാണ് നിഷാന. നമുക്ക് വീടിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള രൂപം നമുക്കൊന്ന് കാണാം. കണ്ടംപററി സ്റ്റൈലാണെന്ന് നമ്മൾ പറഞ്ഞു. ഇതേപോലെ സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്ത് സ്ലാബ് പുറത്തേക്ക് നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പുകൾ നനയാത്ത രീതിയിൽ തന്നെ സിറ്റ് ഔട്ടിൽ നിന്നൊരു 1.2 മീറ്ററോളം പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സ്ലാബ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ആ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള സ്ലാബുകൾ വീടിൻ്റെ എലിവേഷനിൽ പല ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കും. നേരെ മുകളിൽ ആ ഭാഗത്ത് കാണുന്നത് ഒരു ബെഡ്റൂമാണ്. ബെഡ്റൂമിൽ ഇതേപോലെ ഫുൾ വിൻഡോ നൽകിയിരിക്കുകയാണ്. അതായത് സാധാരണ ചെറിയ വിൻഡോസ് കൊടുക്കുന്നതിന് പകരം ആ ഒരു വാള് മുഴുവനായിട്ടൊരു ഗ്ലാസ് വാള് പോലെ വിൻഡോ നൽകിയിരിക്കുകയാണ്. അതിൻ്റെ മുന്നിൽ തന്നെ പ്ലാന്റർ ബോക്സുകൾ നൽകിയിട്ട് നല്ലൊരു ആംബിയൻസ്, ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു മിനിമൽ കോപ്പി വീടിൻ്റെ എലിവേഷനിലേക്ക് കൂടെ ചേർത്തിരിക്കുകയാണ്. വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡിസൈൻ നമുക്കൊന്ന് കാണാം. ഇതാണ് സിറ്റ് ഔട്ടിൻ്റെ ഡിസൈന് വരുന്നത്. 2 വുഡൻ ചെയറുകൾ ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു ചെറിയൊരു സ്പേസ്, ബൈക്ക് പാർക്കിംഗ് സ്പേസ് പോലെ നൽകിയിട്ടുണ്ട്. ഇവിടെ പോലെ ഇൻ്റർലോക്ക് ടൈലുകളാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ പുല്ലുകളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സിറ്റ് ഔട്ടിൽ സീലിംഗ് ടെക്സ്ചർ പെയിൻറ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഇൻറ്റീരിയറാണ് ഈ വീടിന് ലഭിച്ചിട്ടുള്ളത്. വീടിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കയറുന്നതിന് മുമ്പ് ഫ്രണ്ട് ഡോറിൻ്റെ ഡിസൈന് നമുക്ക് നോക്കാം. ഇതേപോലെ ലൂവർ ഫിനിഷ് മരത്തിൽ ചെയ്തിട്ടാണ് ഫ്രണ്ട് ഡോർ സെറ്റ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ കയറി വരുന്നത് ഫോയർ സ്പേസിലേക്കാണ്. നല്ല രീതിയിൽ വെളിച്ചവും കാറ്റും ലഭിക്കുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ സ്പേഷ്യൽ അറേഞ്ച്മെൻ്റ് എല്ലാം നൽകിയിരിക്കുന്നത്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട് ഈ കാണുന്ന ഡൈനിങ് സ്പേസ് വരുന്നതാണ്. ഇവിടെ വരുന്ന നാച്ചുറൽ ലൈറ്റിൻ്റെ അളവ് നോക്കും നിങ്ങൾ. വീടിൻ്റെ എല്ലാ ഭാഗത്തേക്കും ലഭിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ വെളിച്ചവും കാറ്റും വരുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗം പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് 1 by 1 ആയിട്ട് പരിചയപ്പെടാം. ഫസ്റ്റ് നമ്മൾ നേരെ കയറി വരുന്ന ഫോയർ സ്പേസിൽ നിന്നും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ലിവിങ് റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇതേപോലെ ഒരു ഷെൽഫ് നിഷ് നൽകിയിരിക്കുന്നു. നല്ല ഭംഗിയുണ്ട്. സിമ്പിളായിട്ടുള്ള സ്ലീക്ക് ആയിട്ടുള്ള 2 സപ്പോർട്ടുകൾ വെച്ചിട്ടാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്താണ് ഇൻറ്റീരിയർ ലിവിങ് റൂമിൽ നൽകിയിരിക്കുന്നത്. ഒരു കളർഫുൾ ആയിട്ടുള്ള മോഡേൺ ഇൻറ്റീരിയർ ആണ് ഈ ഒരു ലിവിങ് റൂമിലും വീട്ടിലും നൽകിയിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. നല്ല ഭംഗിയുള്ള ഒരു കളറ്, അതിനോട് കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിലുള്ള യെല്ലോ പ്ലസ് സിയാൻ കളർ കോമ്പിനേഷൻ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ കർട്ടൻ്റെ ഫാബ്രിക്കും ഇതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു കളർ സെറ്റ് ചെയ്തിരിക്കുന്നു. വാളിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്ന ഭാഗം. ചാർക്കോൾ പാനലുകളാണ് വാളിൽ നൽകിയിരിക്കുന്നത്. ആ ഒരു ഫ്ലൂട്ടഡ് ആയിട്ടുള്ള ഫിനിഷ് വാളിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് ആ പാനലുകൾ സഹായിക്കുന്നുണ്ട്. 2026 ഫ്ലൂട്ടഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഫിനിഷ് നല്ല രീതിയിൽ ട്രെൻഡിങ് ആയിട്ട് വരുന്ന കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ ഇതേപോലെ സിമെൻറ്റ് പാനലുകൾ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലിവിംഗിൽ നിന്ന് നമ്മൾ നേരെ ഫോയർ സ്പേസിലേക്ക് വന്നാൽ ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്തിട്ട് ടെക്സ്ചർ പെയിൻറ്റ് കൊടുത്ത് കാണാം. മുകളിലൊരു വുഡൻ ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് നമുക്ക് കാണാം. അതിനു മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ആയിട്ടുള്ള ഈ വീടിൻ്റെ കോമൺ സ്പേസ്, ഡൈനിങ് ഏരിയയും കോർട്ട്യാർഡും സ്റ്റെയർ കേസൊക്കെ വരുന്ന ഈ ഒരു ഭാഗം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇതാണ് ഡൈനിങ് ടേബിൾ സെറ്റ് വരുന്നത്. ഒരു മോഡേൺ സ്റ്റൈലിൽ വരുന്ന കളർഫുൾ ആയിട്ടുള്ളൊരു ഡൈനിങ് ടേബിൾ സെറ്റാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. തൊട്ടടുത്ത് തന്നെ വലിയൊരു കോർട്ട്യാർഡ് സ്പേസ് നൽകിയിരിക്കുന്നു. നല്ല പ്ലാന്റുകളും
പെബിൾസും കാര്യങ്ങളൊക്കെ വരുന്നു. നല്ല രീതിയിലുള്ള ലൈറ്റ് പുറത്തുനിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഫുള്ള് ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്ത് ഗ്ലാസ് റൂഫാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ ഈ ഭാഗത്ത് കോർട്ട്യാർഡിൻ്റെ ഭാഗത്ത് ഒരു ഓപ്പൺ സ്റ്റൈൽ കിട്ടുന്ന രീതിയിലാണ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് വെറൈറ്റി വാഷ് ബേസിൻ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. അതേപോലെ മറ്റൊരു വെറൈറ്റി വാഷ് ബേസിനാണ്. അതിൻ്റെ ആ ഒരു സ്റ്റാൻഡും കൗണ്ടർ ടോപ്പും ഒക്കെ വ്യത്യസ്തമായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. ഇതാണ് മിറർ യൂണിറ്റ് വരുന്നത്. ശ്രദ്ധിക്കേണ്ടത് ഈ സ്റ്റെയർ കേസിൻ്റെ അടിഭാഗത്ത് വരുന്ന സ്പേസിലാണ് ആ വാഷ് ബേസിൻ പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. സ്റ്റെയർ കേസിൻ്റെ ഡിസൈൻ നമുക്ക് നോക്കാം. സ്റ്റീൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെയർ കേസാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഗ്രീൻ പ്ലസ് വുഡൻ കോമ്പിനേഷൻ. ഗ്രീൻ ആണെങ്കിൽ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് നമുക്ക് പല ഭാഗത്തും റിപ്പീറ്റഡ് ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. കിച്ചണിലൊക്കെ നമുക്ക് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് റിപ്പീറ്റ് ചെയ്യുന്നത് കാണാം. ഈ ഒരു ഇൻറ്റീരിയറിൻ്റെ പല ഭാഗങ്ങളിലും ഡെക്കോർ ഐറ്റംസിലും ഫർണിച്ചറിലൊക്കെ ആ ഒരു ഡിസൈന് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടൊരു തീമിൻ്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് കാണുന്നതിന് മുമ്പ് അടുത്ത് നമ്മൾ കണ്ടിരിക്കേണ്ട ഭാഗമാണ് ഈ വീട്ടിലെ കിച്ചൺ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെയാണ് കിച്ചൻ്റെ പൊസിഷൻ നൽകിയിരിക്കുന്നത്. ഓപ്പൺ കിച്ചനാണ്. ഡോറ് നൽകിയിട്ടുള്ള ഒരു ഓപ്പൺ എൻട്രൻസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഒരു മിനിമം സ്പേസ് 2500 സ്ക്വയർ ഫീറ്റിൽ 2 നില എന്ന് പറയുന്ന സമയത്ത് എല്ലാ റൂമുകളും ഒരു മീഡിയം സൈസിലാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. ആ രീതിയിൽ തന്നെയാണ് ഡൈനിങ് സ്പേസും കിച്ചനും എല്ലാം ചെയ്തിരിക്കുന്നത്. വളരെ കുറഞ്ഞ സ്ഥലത്ത് അടിപൊളിയായിട്ട് കിച്ചൺ എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടിലെ കിച്ചനാണ്. അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കിച്ചനാണ്. ലൈറ്റ് ഗ്രീൻ പ്ലസ് വൈറ്റ് കോമ്പിനേഷനാണ് കിച്ചണിൽ നൽകിയിരിക്കുന്നത്. ചെറിയ സ്പേസിലാണ് കിച്ചൺ ചെയ്തിട്ടുള്ളത്. ഒരു 10-12 സൈസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കിച്ചൺ ചെയ്തെടുക്കാൻ സാധിക്കും. ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കൃത്യമായിട്ട് പരിചയപ്പെടുത്തി തരാം. തുടക്കത്തിൽ ഫ്രണ്ടിൽ തന്നെ ഇതേപോലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ് നൽകിയിട്ടുള്ളത്. 2 ചെയറുകൾ, ഹൈ ചെയറുകൾ ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു. വൈറ്റ് ഫിനിഷാണ് ചെയറുകൾക്കും കൗണ്ടർ ടോപ്പിനും നൽകിയിട്ടുള്ളത്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ യു ഷേപ്പിൽ കിച്ചൺ കബോർഡുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ബേസ് ക്യാബിനറ്റുകളെല്ലാം ലൈറ്റ് ഗ്രീൻ ആണ്. കൗണ്ടർ ടോപ്പ് വൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. നമുക്ക് ടൈലും നാനോ വൈറ്റും യൂസ് ചെയ്യാൻ സാധിക്കും. വാളിൽ ടൈലുകളെല്ലാം ഇതേപോലെ ചോക്ലേറ്റ് സൈസ് ടൈലുകൾ എന്നാണ് ഇതിനെ പറയുക. ഡാഡോ ടൈലുകൾ എന്ന് വിളിക്കും. ഈ ടൈലുകളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. മുകൾ ഇതേപോലെ സ്റ്റോറേജ് യൂണിറ്റുകൾ നൽകിയിരിക്കുന്നത്. വൈറ്റ് ഫിനിഷിലാണ് നൽകിയിട്ടുള്ളത്. ഇവിടെയാണ് സിങ്ക് നൽകിയിട്ടുള്ളത്. നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ വലിയൊരു ടോൾ യൂണിറ്റ് നൽകിയിരിക്കുകയാണ്. ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഇടയിൽ തന്നെ ഫ്രിഡ്ജിന് പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് ആ ഫ്രിഡ്ജിൻ്റെ സൈസ് നോക്കിയിട്ടാണ് ആ ഒരു ഇൻറ്റീരിയർ വർക്ക് ചെയ്തിരിക്കുന്നത്. ഫ്രിഡ്ജിൻ്റെ കളർ ഇൻറ്റീരിയറിനോട് മാച്ച് ആവുന്ന രീതിയിൽ തന്നെ പർച്ചേസ് ചെയ്യുകയും ചെയ്തു. ഇവിടെ ഒരു വർക്ക് ഏരിയ സ്പേസ് ഉണ്ട്. ഒരു ചെറിയ വിറകടുപ്പും അതേപോലെ ഒരു സിങ്കും മിനിമൽ ആയിട്ടുള്ള സൗകര്യങ്ങളാണ് വർക്ക് ഏരിയയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏതൊരു വീട്ടിലേക്ക് കിച്ചൺ പ്ലാൻ ചെയ്യുന്ന സമയത്തും നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മനോഹരമായിട്ടുള്ളൊരു കിച്ചൺ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. വൈറ്റ് കളർ കൊടുത്തുകൊണ്ട് തന്നെ കിച്ചൺ ചെറിയ സ്പേസ് ആണെങ്കിലും മാക്സിമം സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യിക്കാനും നിങ്ങളെ സഹായിക്കും. അടുത്തൊരു ഭാഗം നമുക്ക് കാണാം. ഐ ആം നിഷാന, പ്രിൻസിപ്പൽ ആർക്കിടെക്ട് ഓഫ് ENS ഡിസൈൻസ്. ഐറൻ റെസിഡൻസ് എന്ന് പറയുന്നത് നമ്മൾ റീസെന്റ് കോഴിക്കോട് കാന്തപുരം കംപ്ലീറ്റ് ചെയ്തൊരു റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് ആണ്. ഒരു ഓപ്പൺ മോഡേൺ കോൺസെപ്റ്റിൽ ഒരു സിംഗിൾ ഫാമിലിക്ക് വേണ്ടി ഡിസൈൻ ചെയ്തൊരു റെസിഡൻസ് ആണ്. ഈ ഒരു പ്ലോട്ടിന്റെ അല്ലെങ്കിൽ ഒരു റെസിഡൻസിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് 2 സൈഡും റോഡാണ്. അതുകൊണ്ട് തന്നെ വീടിന്റെ ഒരു 3 to 4 സൈഡിലോട്ടും റോഡ് എന്നുള്ള വിസിബിലിറ്റി വരുന്നുണ്ട്. അപ്പം ഫ്രണ്ട് ഫെസാഡിന്റെ അതേ ഒരു കണ്ടിന്യൂഷനിലാണ്, അതേ ഒരു മെറ്റീരിയൽ പാലറ്റിലും അതേ ഒരു കളർ പാറ്റേണിലുമാണ് നമ്മൾ ബാക്കി സൈഡും കണ്ടിന്യൂ ചെയ്തത്. നമ്മുടെ പ്ലോട്ട് അറൌണ്ട് ഒരു 20 സെൻസ് ഓഫ് പ്ലോട്ട് ആണ്. അതിൽ 75% ലാൻഡ്സ്കേപ്പിംഗ് ആണ്. ഇപ്പോൾ ക്ലയന്റിന്റെ ഇനീഷ്യലി ഉള്ളൊരു നീഡായിരുന്നു മാക്സിമം ഏരിയ, മാക്സിമം ഫ്രണ്ടേജ് ലാൻഡ്സ്കേപ്പിങ്ങിന് വേണ്ടി വേണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിന്റെ പ്ലാൻ എന്ന് പറയുന്നത് വളരെ കോമ്പാക്ട് ആയിട്ടുള്ള ഒരു പ്ലാൻ ആണ്. ഏരിയ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം കോമൺ സ്പേസസ് ലൈക്ക് ഡൈനിങ് ഏരിയ, ഫസ്റ്റ് ഫ്ലോർ ഫാമിലി ലിവിംഗ്, ഡബിൾ ഹൈറ്റ് കോർട്ട്യാർഡ്, സ്റ്റെയർ കേസ്, ഇതെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തിട്ടൊരു സിംഗിൾ സ്പേസ് പോലെയാണ് ഡിസൈൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ വീടിന്റെ അകത്തോട്ട് കയറുന്ന സമയത്ത് ഒരു ഹ്യൂജ് ഏരിയ നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ വീട് ഫേസ് ചെയ്യുന്നത് ടുവേർഡ്സ് സൗത്ത് ആണ്. വെസ്റ്റ് സൈഡിലാണ് നമ്മൾ ഡബിൾ ഹൈറ്റ് കോർട്ട്യാർഡ് പ്രൊവൈഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ വെസ്റ്റ് സൈഡിൽ നിന്നും സൗത്ത് സൈഡിൽ നിന്നുള്ള ഒരു എക്സസീവ് സൺലൈറ്റ് വീടിനകത്തോട്ട് കയറുന്നത് പ്രിവെന്റ് ചെയ്യാനും വീടിന്റെ അകത്ത് മാക്സിമം ഒരു എയർ സർക്കുലേഷൻ കീപ്പ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളെ ക്ലയന്റ് ആണ് ത്രൂ ഔട്ട് ദ പ്രോജക്റ്റും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. ഇനീഷ്യലി വർക്കിന്റെ സ്റ്റാർട്ടിങ്ങിൽ അവരവരുടെ റിക്വയർമെന്റ്സും പ്രിഫറൻസും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലേറ്റർ ഓൺ ത്രൂ ഔട്ട് ദ പ്രോജക്റ്റും അവരുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ബെഡ്റൂമുകളുടെ ഡിസൈൻ കണ്ടാലോ.
ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ലിവിങ് സ്പേസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒരു ഗസ്റ്റ് ബെഡ്റൂം ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു കളർഫുൾ ആയിട്ടുള്ളൊരു തീമിലാണ് ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് കർട്ടൻ്റെ കളർ കോമ്പിനേഷൻ. നല്ല ഭംഗിയുള്ള ഒരു ഡബിൾ ലെയർ കർട്ടൻ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇതാണ് ഹെഡ് ബോർഡിൻ്റെ ഡിസൈൻ. ബാക്ക് വാളൊക്കെ ടെക്സ്ചർ പെയിൻറ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുള്ളൊരു കളർ കോമ്പിനേഷനാണ് നൽകിയിരിക്കുന്നത്. ഇതേപോലെ ഫാബ്രിക്കിൻ്റെ കളേഴ്സ് ഒക്കെ നമുക്കൊരു റെഫറൻസിനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നാൽ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത് വൈറ്റ് ആൻഡ് കെയിൻ ഫിനിഷാണ്. ഈ രത്തൻ കെയിന് നല്ല ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നൊരു മെറ്റീരിയലാണ്. നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ടേബിളിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. ഇതാണ് രണ്ടാമത്തെ മാസ്റ്റർ ബെഡ്റൂം ആയിട്ടുള്ളൊരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇതേപോലെ പ്ലാസ്റ്ററിങ്ങിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഗ്രൂ വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ളത്. വളരെ മിനിമമായിട്ട് ഒരു ടെക്സ്ചർ പെയിൻറ്റിങ് ചെയ്തിട്ട് പാനലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഹെഡ് ബോർഡ് ഇതേപോലെ കൊടുത്തിരിക്കുന്നു. നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് കർട്ടൻ്റെ ഡിസൈൻ നൽകിയിട്ടുള്ളത്. ആ ഒരു ടെക്സ്ചർ പെയിൻറ്റ് എഫക്റ്റ് വാളിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയും ഇതേപോലെ തന്നെ മിററിൻ്റെ ബാക്കിൽ ആ ഒരു വാം ലൈറ്റിംഗ് കൊടുത്ത സമയത്ത് ആ ഒരു ഗ്ലിറ്റർ എഫക്റ്റ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു വാർഡ്രോബ് ഏരിയ അകത്തേക്ക് കയറ്റി നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നു. വുഡൻ പ്ലസ് ലാമിനേറ്റ് ആണ് ഇവിടെ കോമ്പിനേഷൻ ആയിട്ട് നൽകിയിരിക്കുന്നത്. സീലിങ്ങിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ വളരെ മിനിമൽ ആയിട്ടുള്ള സീലിംഗ് ഡിസൈൻസ് ആണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ വളരെ മിനിമം ആയിട്ടുള്ള ഡിസൈൻസുകൾ നൽകുമ്പോഴൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് ട്രെൻഡ് ഔട്ട് ആയതുപോലെ ഫീൽ ചെയ്യില്ല. സീലിങ്ങിൽ അത്യാവശ്യം വേണ്ട ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ തന്നെ ലഭിക്കുകയും ചെയ്യും. റൂമുകളുടെയൊക്കെ സൈസുകൾ എന്താണ് പറയാത്തതെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. സത്യത്തിൽ വിട്ടുപോയതാണ്. റൂമുകളുടെ സൈസ് പറയുകയാണെങ്കിൽ ബെഡ്റൂമിൻ്റെ സൈസ് 4.20 ഇവിടെ ലെങ്ത് വരുന്നത്, 3.60 വിടുത്ത് വരുന്നത്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൈസാണ്. മറ്റേ ബെഡ്റൂമിനെ സംബന്ധിച്ചിടത്തോളം 3.90 ലെങ്ത് വരുന്നത്, 3.60 വിടുത്ത് വരുന്നത്. 10.12 എന്ന് പറയാം. ഇവിടേക്ക് വരുന്ന സമയത്ത് 14.12 എന്നും പറയാം. സ്റ്റെയർ കേസിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റീൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെയർ കേസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോർട്ട്യാർഡ് സ്പേസിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്റ്റെയർ കേസാണ്. നമ്മൾ ലാൻഡിങ്ങിൽ വന്ന് നിന്നാൽ നമ്മൾ ഈ കോർട്ട്യാർഡിൻ്റെ മുകൾ ഭാഗത്ത് വന്ന് നിൽക്കുന്ന ഒരു ഫീലാണ്. ഇവിടെ നിന്ന് നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു വ്യൂ അടിപൊളിയാണ്. പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കർട്ടൻ റീപ്പേഴ്സ് പോലെ ഇതേപോലെ ഗ്രില്ലുകളിൽ ചെടികൾ പടർത്തിയിട്ടുണ്ട്. വളർന്നു വരുന്നേ ഉള്ളൂ. വീടിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് കുറഞ്ഞ സമയമായിട്ടുള്ളൂ. ഇത് വളർന്നു കഴിഞ്ഞാൽ നല്ലൊരു ആംബിയൻസ് ഈ ഒരു ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നതാണ്. സ്റ്റെയർ കേസ് കയറി നമ്മൾ നേരെ വരുന്നത് അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. അപ്പർ ലിവിങ് സ്പേസിൽ ഇവിടെ ഒരു ബാൽക്കണിയാണ് വരുന്നത്. ആ ബാൽക്കണിയുടെ ഫുള്ളും ഇതേപോലെ ഗ്ലാസ് വാള് പോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ലിവിങ് സ്പേസ് ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തരാം. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് ലിവിങ് സ്പേസിൻ്റെ ഫർണിച്ചറുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. താഴെ നമ്മൾ കണ്ടത് നേരെ ഓപ്പോസിറ്റ് കളേഴ്സാണ്. അതായത് സോഫയ്ക്ക് ഈ കളറും അതേപോലെ പില്ലോസിന് ഈ കളറും ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ നേരെ അത് തിരിച്ച് യെല്ലോ പ്ലസ് സിയാൻ കോമ്പിനേഷനിലേക്ക് മാറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് കോർട്ട്യാർഡ് സ്പേസിലേക്ക് ഒരു വിസിബിലിറ്റി നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് വീടിൻ്റെ ഒരു സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്. വലിയ സ്ഥലവും ഇതെടുക്കുന്നില്ല. നല്ല രീതിയിലുള്ള സൗകര്യവും ലഭിക്കുന്നുണ്ട്. വീട് നല്ലൊരു ഓപ്പൺ ഫീലും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്സ്റ്റെയറിലെ ബെഡ്റൂമുകൾ കാണാം. 2 ബെഡ്റൂമുകളാണ് നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ഡിസൈൻ ഇതാണ്. ഹെഡ് ബോർഡുകളൊക്കെ ഇതേപോലെ ഫിക്സ്ഡ് ആയിട്ട് നൽകിയിരിക്കുന്നു. ഈ ഭാഗത്ത് വലിയൊരു വിൻഡോയാണ്. നമ്മൾ താഴെ നിന്ന് നോക്കുന്ന സമയത്ത് വീടിൻ്റെ എലവേഷനിൽ കാണുന്ന ആ ഒരു വലിയ ഗ്ലാസ് വാള് ഈ ഭാഗത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫുള്ളായിട്ട് കർട്ടൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. ഹെഡ് ബോർഡിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ വുഡൻ പ്ലസ് സിയാൻ കളർ കോമ്പിനേഷനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ആ ഭാഗത്തൊരു സ്റ്റഡി ടേബിൾ നൽകിയിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ ഒരു വാർഡ്രോബ് സ്പേസ് നൽകിയിട്ടുണ്ട്. ലാമിനേറ്റ് കോമ്പിനേഷനിലാണ് ഈ വാർഡ്രോബ് സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും നൽകിയിരിക്കുന്നു. രണ്ടാമത്തെ ബെഡ്റൂം അപ്പർ ലിവിങ് സ്പേസിൻ്റെ തൊട്ടടുത്താണ് നൽകിയിരിക്കുന്നത്. റൂമിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് ആ ഒരു റൂമിൻ്റെ ഡിസൈൻ നൽകിയിട്ടുള്ളത്. ഇവിടെ ഒരു പ്രത്യേകത ഉള്ളത് ഹെഡ് ബോർഡിന് പകരം ടൈൽ പാറ്റേൺ ചെയ്തിരിക്കുകയാണ്. നമ്മൾ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇൻറ്റീരിയർ ചെയ്യുന്ന ടിപ്സിൽ പറയാറുള്ളതാണ്. ഇതേപോലെ ചെറിയ ഭാഗങ്ങളിൽ നല്ല ഡിസൈൻഡ് ആയിട്ടുള്ള ടൈൽ നൽകിയിട്ടുണ്ടെങ്കിൽ അതൊരു വെറൈറ്റി ആയിരിക്കും. ഇവിടെ ഇതേപോലെ സ്റ്റഡി ടേബിൾ നൽകിയിരിക്കുന്നു. ഇവിടെയും ഇതേപോലെ കേർട്ടൻസ് ആണ്. വലിയൊരു വിൻഡോ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഡ്രസ്സിങ് യൂണിറ്റ് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. ഇവിടെയാണ് വാർഡ്രോബിൻ്റെ സ്പേസ് വരുന്നത്. അതിനോട് ചേർന്ന് തന്നെ അറ്റാച്ച്ഡ് ടോയ്ലറ്റും വരുന്നു. ഇത്രയാണ് 4 ബെഡ്റൂമുകളുടെ പൊസിഷൻസ്. ബെഡ്റൂമുകളെല്ലാം വളരെ മീഡിയം സൈസ് നമുക്ക് പറയാൻ പറ്റുന്ന, ഒത്തിരി ചെറുതുമല്ല എന്നാൽ ഒരുപാട് സ്പേഷ്യസ് ആയിട്ട് അനാവശ്യമായിട്ടുള്ള സ്പേസ് എടുത്തിട്ടില്ല. ഈ വീടിൻ്റെ ആംബിയൻസിന് പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേഷ്യൽ ലേഔട്ട് തന്നെ ഈ വീടിന് നൽകിയിട്ടുണ്ട്. ബാൽക്കണി സ്പേസിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണിയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നേരെ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഔട്ട്ഡോറിലൊക്കെ നിൽക്കുന്ന രീതിയിലുള്ള ഒരു റിസോർട്ട് ഫീൽ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ആ ഒരു ഫ്ലോറിങ് ആംബിയൻസ് ആണെങ്കിലും ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നൊരു വ്യൂ ആണെങ്കിലും ഒക്കെ നമ്മൾ
ഒരു വിഷ്വലി ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല ഈസ്തറ്റിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിൽക്കുന്ന രീതിയിൽ ആ ഒരു ഫീല് നമുക്ക് ലഭിക്കുന്നു. സോ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണ് നമ്മളെ കൂടെ ഉള്ളത്. ഹാരിസ്കയും ഫാമിലിയാണ് അല്ലേ? ഹാരിസ്കയുടെ മുഖം ഈ ഭാഗത്തുള്ള ആളുകൾക്ക് വളരെ സുപരിചിതമായിരിക്കും. നമ്മളുടെ പുനൂര് ഭാഗത്തൊക്കെ ഈ ഡ്രസ്സിൻ്റെ ബ്രാൻഡ് നെയിമിൽ റെറ്റാഗ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നെയിം വളരെ പോപ്പുലറായിട്ട് നിൽക്കുകയാണ്. റെറ്റാഗിൻ്റെ ഡയറക്ടേഴ്സ് ആണ് ഇവർ ശരിക്കും അല്ലേ? നിങ്ങളാണ് റെറ്റാഗിൻ്റെ ഓണർ അല്ലേ? ശരിക്കും ആ ബ്രാൻഡ് നെയിം തന്നെ കൊണ്ടുവരുന്ന നിങ്ങളല്ലേ അല്ലേ? യെസ്. ഇവിടെ പൂനൂരിലും താമരശ്ശേരിയും ഒക്കെ ആയിട്ട് ഇപ്പൊ എത്ര സ്ഥാപനങ്ങളുണ്ട് ഇവിടെ? ഇപ്പോൾ 4 എണ്ണം ഉണ്ട്, 5ാമത്തെ വർക്ക് എടുക്കുന്നുണ്ട്. റെറ്റാഗ് പുതിയ വരുന്നുണ്ട്. എവിടെ വരുന്നത്? ഈങ്ങാപ്പുഴക്കാർക്കും അപ്പോൾ റെറ്റാഗിന്ന് പ്രൊഡക്റ്റുകൾ കിട്ടും. ഞാൻ ഒരുപാട് പേഴ്സണലി സാധനങ്ങൾ വാങ്ങുന്ന ഒരു ഷോപ്പ് കൂടെയാട്ടോ നിങ്ങളത്. ഇപ്പൊ ഇന്ന് നിങ്ങളുടെ വീട് നമുക്ക് ഹോം ടൂർ ചെയ്യാനുള്ള ഒരു അവസരം തന്നു. അപ്പൊ ഇതിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിന്റെ ആർക്കിടെക്റ്റുകളെ ഒക്കെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. വീടിന്റെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് എത്ര സമയമായി? ഒരു മാസത്തോളായി. ഇപ്പൊ വീട് വെക്കുന്ന സമയത്ത് എങ്ങനെയുള്ള ഒരു വീടായിരുന്നു നിങ്ങൾ പ്ലാൻ ചെയ്തതെന്നൊക്കെ ഉള്ളൊരു ഐഡിയ നമുക്ക് തരും. ഇത് വർക്ക് ചെയ്തത് ENS ഡിസൈൻസ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ വർക്ക് ചെയ്യുന്ന നിഷാന അവളാണ് ചെയ്തത്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട് കണ്ടിരുന്നു. അപ്പോൾ ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞത് നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്നൊരു വീടായിരിക്കണം. ഞാൻ അങ്ങനെ ഒരു ഓപ്പൺ മൈൻഡാണ്. അത് ഒരു പരിധി വരെ എനിക്ക് തീർച്ചയായിട്ടും വീടിൻ്റെ അകത്ത് നിന്നാൽ തന്നെ നമുക്ക് ആ കൃത്യമായിട്ട് അത് ഫീൽ ചെയ്യും. നമ്മുടെ വിഷ്വലിൽ തന്നെ കാണാം. വീട് നല്ല ചെറിയ സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും വീട് നല്ല ഓപ്പൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ആർക്കിടെക്റ്റ് നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഡിസൈനും പ്ലാനും ഒക്കെ തരികയാണോ, അല്ലെങ്കിൽ നമ്മളുടെ വർക്കിന്റെ അവസാന സ്റ്റേജ് വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു? അവസാനം ലാസ്റ്റ് 110% അവരാ ചെയ്തു ആണ്. അവർക്കാണ് എൻ്റെ നമ്മളുടെ ഫുൾ മെന്റൽ സപ്പോർട്ടും അതേപോലെ ഫിനാൻഷ്യൽ സപ്പോർട്ടും ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത്രമാത്രമേ നിഷാനയാണ്. യെസ്. അപ്പോൾ ഒരു ക്ലയന്റ് എന്നുള്ള രീതിയിൽ നിങ്ങളൊരു ഹാപ്പി ഫാമിലി ആണോ ഈ ഒരു നിഷാന? 100%. തീർച്ചയായിട്ടും. മറ്റുള്ള ആളുകൾക്ക് നമുക്ക് ധൈര്യമായിട്ട് സജസ്റ്റ് ചെയ്യാം. ഷുവർ. യെസ്. എന്തായാലും ഫാമിലി ആയിട്ട് നമുക്ക് ഇതുപോലെ നല്ലൊരു വീട്ടിൽ താമസിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്നായിട്ട് തന്നെ താമസിക്കാൻ സാധിക്കട്ടെ. ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ അവസരം തന്നതിന് വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്.